നമസ്കാരം. കേരളത്തിൽ ഈയിടെയായി കൂടുതലായി കാണപ്പെടുന്ന പകർച്ചവ്യാധിയാണ് ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ വൈറസാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഇത് ബാധിക്കുന്നത് കരളിനെയാണ്. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം അഥവാ വെള്ളം, ഇതിലൂടെയാണ് ഈ രോഗം പടർന്നു പിടിക്കുന്നത്. തുറന്നുവെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, കട്ട് ഫ്രൂട്ട്സ്, ജ്യൂസുകൾ, ഇവയിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകൾ ഇവയെല്ലാം വൈറസിന്റെ മെയിൻ സോഴ്സാണ്. ഇവയിലൂടെ വൈറസ് പെട്ടെന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. 10 മുതൽ 20 ദിവസം വരെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡാണ്. ശേഷം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. രോഗം ബാധിച്ച ആളുടെ മലത്തിലൂടെ ഈ വൈറസ് പുറത്തുവരുന്നു. ഇത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും കലർന്ന് രോഗമുണ്ടാക്കുന്നു. ഹോട്ടലുകൾ, സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, ആളുകൾ കൂടിച്ചേരുന്ന പരിപാടികൾ, ഇവയിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം, ഇവയിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം, ഇതിലൂടെ രോഗം പെട്ടെന്ന് പടർന്നു പിടിക്കുന്നു. രോഗലക്ഷണമുള്ളവർ ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. മഞ്ഞയുടെ അളവ് കാണിക്കുന്ന സീറം ബിലിറൂബിൻ, ലിവറിലെ എൻസൈമിന്റെ അളവ് കാണിക്കുന്ന SGOT, SGPT എന്നീ ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചവരിൽ ഈ ടെസ്റ്റുകളുടെ അളവ് കൂടുതലായിരിക്കും. രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? അതിയായ ക്ഷീണം, ഛർദി, ഓക്കാനം, ഭക്ഷണത്തോട് താൽപര്യമില്ലായ്മ, മലബന്ധം ഇവയെല്ലാം പ്രാരംഭ ലക്ഷണങ്ങളാണ്. തുടർന്ന് മൂത്രത്തിൽ മഞ്ഞ, കണ്ണിന്റെ വെള്ളയിൽ മഞ്ഞ ഇവയെല്ലാം കണ്ടു തുടങ്ങുന്നു. ഇനി പ്രതിരോധ മാർഗങ്ങൾ. ഹെപ്പറ്റൈറ്റിസ് എ പ്രതിരോധിക്കാൻ വാക്സിനുകൾ ലഭ്യമാണ്. 2 ഡോസ് വാക്സിൻ 6 മാസം ഗ്യാപ്പിൽ എടുക്കാവുന്നതാണ്. 1 വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനായി ഉപയോഗിക്കുക. വെള്ളം ചുരുങ്ങിയത് 3 മിനിറ്റെങ്കിലും തിളപ്പിച്ച് ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേയും ടോയ്ലറ്റിൽ പോയതിനു ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകുക. വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണം പാകം ചെയ്യുക. ഹോട്ടലുകൾ, സ്കൂളുകൾ ഇവിടെയെല്ലാം ലഭിക്കുന്ന വെള്ളം വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക.